നമസ്കാരം. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് NH-66 കാര്യം തന്നെ നോക്കാം. നെട്ടൂർ ഭാഗത്തായിട്ടായിരിക്കും നിർദ്ദിഷ്ട കൊച്ചിൻ ബൈപ്പാസും നിലവിലുള്ള NH-66 തമ്മിൽ യോജിക്കുന്നത്. അവിടെ ഒരു ട്രംപറ്റ് ഫ്ലൈ ഓവർ പണിയാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ട്രംപറ്റ് ഫ്ലൈ ഓവർ ആ ജംഗ്ഷനിലെ തിരക്ക് കുറയ്ക്കാൻ പര്യാപ്തമല്ല എന്ന് കണ്ട് ഇപ്പോൾ ഒരു ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ പണിയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും. ക്ലോവർ ലീഫ് എന്നത് ഒരിനം പയർവർഗ ചെടിയുടെ ഇലയുടെ പേരാണ്. ഇതിന്റെ ആകൃതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പേര് ലഭിച്ചത്. ഈ രണ്ട് ഹൈവേകളും കൂടാതെ ഇനി പണിയാൻ ഉദ്ദേശിക്കുന്ന കൊച്ചി തേനി ഗ്രീൻഫീൽഡ് ഹൈവേയും നെട്ടൂരിൽ നിന്ന് തന്നെ ആരംഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതാണ് ക്ലോവർ ലീഫ് ഇന്റർസെക്ഷന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. കൂടാതെ വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നുള്ള പോർട്ട് റോഡിന്റെ എക്സ്റ്റൻഷനും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമായാൽ നെട്ടൂരിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വാഹനത്തിരക്കായിരിക്കും. ഇതിനെയെല്ലാം വഹിക്കാൻ ക്ലോവർ ലീഫ് ഇന്റർസെക്ഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഈ ഡിസംബറിൽ തന്നെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ എടപ്പള്ളി അരൂർ സ്ട്രെച്ചിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന എലവേറ്റഡ് ഹൈവേയുടെ അലൈൻമെന്റ് റിപ്പോർട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഹൈവേ മന്ത്രാലയത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ അനുമതി ഉടനടി ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2025 ജനുവരിയിൽ തന്നെ പണികൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. 2028ഓടെ പാത പൂർത്തിയാവുമെന്നും പറയുന്നുണ്ട്. 2028ൽ തന്നെ പൂർത്തിയാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. കാരണം നമ്മുടെ മുന്നിലുള്ള അനുഭവം അങ്ങനെയാണ്. ഇനി അടുത്തതായി പറയാനുള്ളത് നാഷണൽ ഹൈവേ 966A കുറിച്ചാണ്. അതായത് കളമശ്ശേരിയിൽ നിന്ന് വല്ലാർപാടം കണ്ടെയ്നർ വരെയുള്ള 17 കിലോമീറ്റർ റോഡ്. ഇത് കണ്ടെയ്നർ ടെർമിനൽ റോഡെന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ 129 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ജംഗ്ഷനുകളുടെ നവീകരണവും പാലങ്ങളുടെ ബലപ്പെടുത്തലുകളും അതുപോലെ തന്നെ വഴിവിളക്കുകൾ സ്ഥാപിക്കലും ഉൾപ്പെടും. ഇവിടത്തെ ഒരു പ്രധാന പ്രശ്നം ട്രക്കുകളുടെ അനധികൃത പാർക്കിംഗ് ആണ്. രാത്രി കാലങ്ങളിൽ ഇത് ഒരുപാട് അപകടങ്ങൾ വരുത്തിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരമുണ്ടാക്കാൻ എന്ന വണ്ണം ട്രക്കുകൾക്കായി പാർക്കിംഗ് ബേകളും നിർമ്മിക്കും. കൂടുതൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നത് വഴി രാത്രിയിലെ കാഴ്ചക്കുറവ് എന്ന പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും. ഇതൊക്കെയാണ് കൊച്ചിയിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ. ഇതോടൊപ്പം തന്നെ നിലവിൽ നടക്കുന്ന പണികളെക്കുറിച്ചുള്ള ചില അപ്രിയ സത്യങ്ങളും പറയാതെ പോകാൻ കഴിയില്ല. ഇതിൽ ജനം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അരൂർ തുറവൂർ ഭാഗത്തെ പണികളിലാണ്. നിലവിലെ റോഡിന്റെ നല്ലൊരു ഭാഗം അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തുകൂടിയാണ് വണ്ടികളെ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ മഴ പെയ്ത് കുണ്ടും കുഴിയും ആയതോടുകൂടി ഇതുവഴിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമായി. ഗതാഗതക്കുരുക്ക് മൂലമുണ്ടാവുന്ന സമയനഷ്ടവും ഇന്ധന നഷ്ടവും പോകട്ടെ എന്ന് വയ്ക്കാം. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ റിസ്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറം ചിലർക്ക് പരിക്കും ജീവഹാനിയും വരെ സംഭവിക്കുന്നുണ്ട്. എന്ത് വികസന പ്രവർത്തനത്തിന്റെ പേരിലാണെങ്കിലും ഈ ഒരു പ്രവണത അംഗീകരിക്കാൻ കഴിയില്ല. ഈ അടുത്ത് റോഡിലെ കുഴിയിൽ വീണ ഒരു ബൈക്ക് യാത്രികൻ ആ റോഡിന്റെ മോശം അവസ്ഥയിൽ പ്രതിഷേധിച്ച് അവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചാർജുള്ള ഒരു സൈറ്റ് എഞ്ചിനീയറെ മർദ്ദിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. നിയമം കയ്യിലെടുക്കുന്ന ഒരു പ്രവണതയും അംഗീകരിക്കാൻ കഴിയില്ല. എങ്കിലും ജനത്തിന്റെ ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താതെ വയ്യ. വികസന പ്രവർത്തനം എന്നത് അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികൾക്ക് എന്ത് തോന്നിയവാസവും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.